ഹായ് സുന്ദരീസ്. അപ്പോൾ നമ്മൾ ഗോവയിൽ വെഡ്ഡിങ് ഫംഗ്ഷൻ അതുപോലെ തന്നെ കോളേജിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. 2-3 കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 5 ദിവസത്തെ ട്രിപ്പിനാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ സംഗീതം ഉണ്ടായിരുന്നു. എൻ്റെ വലിയച്ഛൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ, എൻ്റെ കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇന്നലെ സംഗീതം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ നമുക്ക് രാവിലെ ഹൽദി ഉണ്ട്, അതേപോലെ തന്നെ വൈകിട്ട് വെഡ്ഡിങ് ഫംഗ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് 2 ലുക്സ് കാണാം. ഇന്നലത്തെ നമ്മൾ ഷോർട്ട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ലെൻസ് വെക്കുന്നുണ്ട്. ഇത്തവണ നമ്മൾ അക്വാ ലെൻസാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് കടയിൽ നിന്ന് തന്നെ മേടിക്കുക ചെയ്തത്. ഇവിടെ ലെൻസ് ആൻഡ് കാർട്ടിൽ നമുക്ക് കിട്ടും കേട്ടോ. ഒരു ഒരു സെറ്റിന് എന്തോ 100 സംതിങ് ആണ്. വൺ ടൈമാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് കളയാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്കിൻ കെയർ ഫസ്റ്റ് തന്നെ നമ്മൾ സ്നെയിൽ മ്യൂസിനാണ് കേട്ടോ അപ്ലൈ ചെയ്യണത്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് സ്കിൻ കെയറും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല, മിനിമം ആയിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് എന്നുള്ള രീതിയിൽ നല്ലൊരു മോയ്സ്ചറൈസർ, എനിക്ക് നന്നായിട്ട് സൂട്ടാവുന്ന ഒന്നാണ് സെറ്റഫിൽഡ് മോയ്സ്ചറൈസിങ് ലോഷൻ. അത്യാവശ്യം തിക്കാണ്, എന്നാൽ ഒട്ടും തന്നെ നമ്മുടെ സ്കിന്നിനെ ഓയിലി ആക്കൊന്നുമില്ല, നന്നായിട്ട് ബ്ലെൻഡ് ആവാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ഒരുപാട് സംഗതികളൊന്നും ഇല്ലാണ്ടാണല്ലോ വന്നത് വെച്ചാൽ ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു സെറ്റ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ മാസ്ലിൻ്റെ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് പ്രൈമർ സ്മാഷ് ബോക്സിൻ്റെ പ്രൈമറാണ് കേട്ടോ. അത് പോഴ്സ് ഉള്ള ഭാഗങ്ങളിൽ മെയിനായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്മൈൽ ലൈൻ്റെ അവിടേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറക്റ്റർ എല്ലി ഗേളിൻ്റെ ഓറഞ്ച് കറക്റ്ററാണ്. ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക്സ് ഇടാം കേട്ടോ. അപ്പോൾ ഡാർക്ക്നെസ് ഉള്ള ഭാഗത്ത് മാത്രം, അതായത് കണ്ണിൻ്റെ താഴെയും അതേപോലെ തന്നെ താടിയുടെ അവിടെ ഒന്ന് ജസ്റ്റ് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, താടിയുടെ അവിടെയും അതേപോലെ തന്നെ കണ്ണിൻ്റെ അവിടെ കേട്ടോ. നമ്മൾ ഫൗണ്ടേഷനൊന്നും ഇടുന്നില്ല, മിനിമം ബേസ് മേക്കപ്പ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. പിന്നെയാണ് ഞാൻ ഓർത്തത് ബ്ലഷ് ഇട്ടില്ലല്ലോ എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ബ്ലഷ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ബെറ്റർ ലുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ക്രീം ബ്ലഷ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതേ ബ്രഷ് വെച്ചിട്ടാണ് കൺസീലറും ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. കുറച്ചുകൂടി ഒരു നല്ല എഫക്റ്റായിട്ട് തോന്നി, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കൺസീലർ ഇട്ട് അതുപോലെ ബ്ലഷൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ട് ഇനി ഐ ഷാഡോവിന് വേണ്ടിയിട്ട് ഞാൻ ആകെ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് ക്രീസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ലൈറ്റായിട്ട് നമ്മളൊരു ഷിമ്മർ ഷെയ്ഡ് നടുവിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇന്ന കോർണേഴ്സിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ് കേട്ടോ. ഹൽദിയാണ്. ഞാനിങ്ങനെ യെല്ലോ ഐ ഷാഡോ ഒക്കെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചു, പിന്നീട് ഞാൻ വിചാരിച്ചു വേണ്ട, ഒറ്റെണ്ണം മതി, ഒരുപാട് സംഗതികളായിട്ട് ട്രാവൽ ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു ബ്രൗൺ കാജൽ എടുത്തിട്ട്, ഇത് കെ ബ്യൂട്ടിയുടെ കാജലാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ കണ്ണിൻ്റെ മീതിയും അതേപോലെ കണ്ണിൻ്റെ താഴെയും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെയല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിലെ ബ്രഷിന് അത് ഇങ്ങനെ ഒന്ന് അമർത്തി പിടിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഹൂഡയുടെ ലൂസ് പൗഡറാണ്, അത് വെച്ചിട്ട് കണ്ണിൻ്റെ താഴെയും അതേപോലെ താടിയുടെ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ലൈറ്റായിട്ടൊരു വിങ് ലൈനർ, ഇത് കെ ബ്യൂട്ടിയുടെ ഐ ലൈനറാണ്, ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ലൈൻ മാത്രം അങ്ങനെ നമ്മൾ ചെറിയ വാലിട്ടിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ധൃതിയുള്ള സമയത്താണെങ്കിൽ ജസ്റ്റ് സ്മോക്കിയായി മാത്രമായിട്ട് ചെയ്താൽ മതി. എനിക്ക് കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നു. ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് ആണ്, നമ്മൾ ഫുള്ള് ഒരു റിസോർട്ട് എടുത്തിട്ട്, അപ്പോൾ ആ റിസോർട്ടിൽ തന്നെയാണ് ഫംഗ്ഷൻ. അപ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു, റെഡി ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി. അങ്ങനെ അടിപൊളി വെഡിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ റെഡി ആവാനൊക്കെ സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് മേക്കപ്പ് അങ്ങനെ ഇരിക്കുകയും ചെയ്തു. നമ്മൾ ട്രാവൽ ചെയ്യണമൊന്നുമില്ലല്ലോ, ആ രീതിക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ ഐലൈനർ എഴുതി മസ്കാര ഇട്ടിട്ട് ലൈറ്റായിട്ടൊന്ന് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നോസ് മാത്രം ഒന്ന് കോൺടോർ ചെയ്ത് കൊടുക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനറാണ്. ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ലിപ്സ്റ്റിക്ക് യെല്ലോ ഔട്ട്ഫിറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് വേണം, റെഡ് വേണോ സാധാരണ ന്യൂഡ് വേണോ എന്നൊക്കെ. പിന്നെ എനിക്ക് തോന്നി സ്മാഷ് ബോക്സിൻ്റെ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടല്ലോ, ഇത് നല്ല രസമാണ് കേട്ടോ. എസ്പെഷ്യലി ആ യെല്ലോൻ്റെ ഒപ്പം വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ലിപ്സൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കണേ. പിന്നെ നമ്മൾ ടോപ്പപ്പ് ചെയ്തത് റേ ബ്യൂട്ടിയുടെ ഒരു അയ്യോ എന്താ ലിപ്പ് ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഹൈഡ്രേറ്റിംഗ് ആണ്. അപ്പോൾ അത് ഏകദേശം റെഡിയായി, ചാപ്ഡ് ലിപ്സ് ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ യെല്ലോ ഔട്ട്ഫിറ്റാണ്, അതിലിങ്ങനെ റെഡ് സ്റ്റോൺ വർക്ക്സ് ഒക്കെ ഉണ്ട്, കട്ട് സ്റ്റോൺസിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹെയർ സ്റ്റൈലിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ പിരിച്ച് പിന്നിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ 3 സെക്ഷൻസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, 2 സൈഡിലും. എന്നിട്ട് പിന്നിലേക്ക് ഈർക്കിളി സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ മെടഞ്ഞിടുകയാണ് ചെയ്യണത്. പക്ഷെ ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയൊരു സാധനമുണ്ട്, ഈ ലട്കൻസ്, അതായത് നമ്മുടെ
ഉടുപ്പല്ല മെയിനായിട്ട് സ്കേർട്ടിൻ്റെ ലെഹങ്കയുടെ ഒക്കെ സൈഡിൽ ഇങ്ങനെ തൂക്കിയിട്ടില്ലേ, അങ്ങനത്തെ ലട്കൻസ് നമുക്ക് ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് മേടിക്കുക. എന്നിട്ട് അതൊരു ത്രെഡിൽ 2 സൈഡിലും തൂക്കിയിടുക. എന്നിട്ട് അത് വെച്ചിട്ട് മെടയാണെങ്കിൽ മുടിയുടെ തുമ്പത്ത് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് തൂങ്ങി കിടക്കുമ്പോൾ നല്ല രസമാണ്. അത് എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരുന്നോളും, കാണാനും നല്ല ഭംഗിയാണ്. നമ്മൾ കുഞ്ചലൊക്കെ ഇടില്ലേ, അതിൻ്റെ ഒരു മോഡേൺ വേർഷൻ അത്രയേ ഉള്ളൂ. ഇത് മേടിക്കുകയാണെങ്കിൽ നല്ല പൈസയാവും, പക്ഷേ നമ്മളിത് ഇങ്ങനത്തെ ലട്കൻസ് ആയിട്ട് ജസ്റ്റ് ഒരു ക്രാഫ്റ്റ് സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ അധികം പൈസ ആവില്ല കേട്ടോ. പിന്നെ കമ്മൽ ഇത് മീഷോയിൽ കിട്ടും കേട്ടോ, നല്ല രസമാണ്, ഹൽദിക്കൊക്കെ പറ്റിയ കമ്മലാണ്. പിന്നെ വള നമ്മൾ റെഡും അതേപോലെ തന്നെ യെല്ലോ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത്. പിന്നെ റെഡ് പൊട്ടും കൂടി കുത്തി അങ്ങനെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയായി, അധികം സമയമൊന്നും എടുത്തില്ല. ഔട്ട്ഫിറ്റ് നല്ല അടിപൊളി ഔട്ട്ഫിറ്റാണ്. ഇനി ഞാൻ എന്നോട് ചോദിക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇമ്മക്കുട്ടിയുടെ ഞാൻ ഹെയർ സ്റ്റൈൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് ഇമ്മക്കുട്ടിയുടെ ഈ ക്ലിപ്സ് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഈ റെയർ ബ്യൂട്ടിയുടെ തന്നെ ലിപ്പ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഐബ്രോസ് ഒന്ന് ലൈറ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പൊട്ടൊക്കെ കുത്തി അങ്ങനെ ഇമ്മക്കുട്ടി റെഡിയായി. അപ്പോൾ നമുക്ക് രണ്ടാൾക്കും കൂടിയിട്ട്, രണ്ടാൾ മാത്രമല്ല കേട്ടോ, ഏട്ടനും ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ അനിയനും ഉണ്ട് കേട്ടോ. അനിയനാണ് എനിക്ക് ഈ വീഡിയോസൊക്കെ എടുത്തു തന്നിട്ടുള്ളത്. അവൻ്റെ ഐഫോണിന് അവനിങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത്. അവൻ നന്നായി എടുത്തു തന്നു, എൻ്റെ ഫോട്ടോസ് എല്ലാം അവനെ എടുത്തു തന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സ്കേർട്ടിൻ്റെ താഴെ ഞാൻ ഒരു ക്യാൻ ആമസോൺ എന്നുള്ള ക്യാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഔട്ട്ഫിറ്റ് മൂൺ ഗോഡസ് ആണ്. ഇത് ബ്ലൗസും അതേപോലെ തന്നെ ഒരു ജാക്കറ്റും ആണ് കേട്ടോ. പിന്നെ അതുപോലെ ക്ലച്ച് ആമസോണിനാണ്. അങ്ങനെ രസമായി വന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ റെഡി ആവാമെങ്കിൽ ഭയങ്കര ഉത്സാഹമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഫംഗ്ഷനും കൂടിയാണ്, പെൺകുട്ടി നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വൈബ് മൊത്തത്തിൽ അങ്ങനെയായിരുന്നു. എല്ലാവരും ഭയങ്കര കളർഫുള്ളായിട്ടുള്ള നല്ല രസമുള്ള ഒരുപാട് നല്ല ഗോഡി ഔട്ട്ഫിറ്റ്സും ഒക്കെ ആയിട്ട് എല്ലാവരും ഡാൻസും ബഹളമൊക്കെ ആയിട്ട് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള നല്ല ഓളമുള്ള ഫംഗ്ഷനായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു റെഡിയാവും. ഇമ്മക്കുട്ടിക്കാണെങ്കിലും അതെ. അപ്പോൾ അങ്ങനെ ഇത് അവിടെ നിന്ന് തന്നെ തന്ന ഗ്ലാസ്സസ് ആണ് കേട്ടോ എനിക്കും ഇമ്മക്കുട്ടിക്കും. ഞാനും ഇമ്മക്കുട്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഗുഡി ബാഗ് പോലെ തന്നിട്ടുണ്ടായിരുന്നു ഹൽദിക്ക്. അപ്പോൾ ഇമ്മക്കുട്ടിയുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് കൊളോസ് എന്നുള്ളതാണ്. ഇങ്ങനെ യെല്ലോ ഷൂസ് ആമസോൺ എന്നുള്ളതാണ് കേട്ടോ. ആമസോണല്ല മീഷോന്ന്. അപ്പോൾ ഡെക്കോറൊക്കെ കഴിഞ്ഞ് ഇതിന് മുന്നെടുത്താണ് കേട്ടോ. എല്ലാം റെഡിയാക്കി സെറ്റായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ മഞ്ഞൾ തേക്കണതും അങ്ങനെയൊക്കെ ആയിട്ട്. പെൺകുട്ടിയുടെ വീട്ടുകാർ പെൺകുട്ടിക്ക്, ആൺകുട്ടിയുടെ വീട്ടുകാർ ആൺകുട്ടിയുടെ മേലെ മഞ്ഞൾ തേക്കും. പിന്നെ ഇങ്ങനെ നമ്മൾ പൂക്കളൊക്കെ എറിയും. പിന്നെ കുറേ കളികളുണ്ടായിരുന്നു. അതിലൊക്കെ രസമായിട്ട് ഇമ്മക്കുട്ടി എല്ലാത്തിലും പങ്കെടുത്തു. ഇമ്മക്കുട്ടിക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഹൽദി. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ട്, വ്ളോഗ് ചാനലിൽ ഉണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ ചാലഞ്ച് ചെയ്യുന്നുണ്ടല്ലോ, 21 ഡേയ്സ് ഓഫ് ചാലഞ്ച്, അതിൻ്റെ ഷോർട്സ് ഇങ്ങനെ നമ്മുടെ അസ്വി വ്ളോഗ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാരണമാണ് ചെറിയ ലാഗ് വരണേ, പക്ഷെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് എത്തി, ഇനി കുറച്ച് സമയമുണ്ട്. അപ്പോൾ നമുക്ക് കല്യാണത്തിന് വേണ്ടി റെഡി ആവാം. അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം അഴിക്കുക എന്നുള്ളതാണ് ടാസ്ക്. എന്നിട്ട് ഞാൻ ലെൻസ് മാറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് 1 ടൈം ലെൻസാണ്. അപ്പോൾ ഒരു 8 hours വരെയൊക്കെ വെക്കാമെന്നാണ് പറയണത്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കുറച്ച് സമയമുണ്ട്, അപ്പോൾ ആ ഗ്യാപ്പിൽ അങ്ങ് ലെൻസ് മാറ്റാം. പിന്നെ എനിക്ക് എന്തായാലും കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്നെ കണ്ണട വെച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാം, അതായിരിക്കും നല്ലതെന്ന് തോന്നി. പിന്നെ മേക്കപ്പ് ഇനി നമുക്ക് കുറച്ച് ചെയ്യാനുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് ഫൗണ്ടേഷൻ ഇടാൻ, നൈറ്റ് ഫംഗ്ഷൻ അല്ലേ, വെഡ്ഡിങ് ആണ്. അപ്പോൾ കുറച്ചും കൂടി ഗ്രാൻഡ് ആയിട്ടാവും ഉണ്ടാവുക. അപ്പോൾ കുറച്ച് നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് നോക്കാം കേട്ടോ എൻ്റെ ലെൻസ് വെച്ച കണ്ണും ലെൻസ് വെക്കാത്ത കണ്ണും തമ്മിൽ എത്ര എണ്ണം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ മുടിയൊക്കെ പൊക്കി കെട്ടി വെച്ച് ഒരു ഷോർട്സ് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഔട്ട്ഫിറ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ബ്ലൗസ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ബ്ലൗസാണ് കേട്ടോ. പക്ഷേ കുറച്ച് പേർക്ക് ഇത് ഭയങ്കര ഓവറാന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കായിട്ട് തോന്നി. ഇത് നമ്മൾ ബ്രൈഡൽ ലുക്കിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അന്ന്. പക്ഷേ റെഡ് സാരിയും ഈ പറഞ്ഞ പോലെ കുറേ ഓർണമെൻറ്റ്സ് എല്ലാം കൂടി വന്നപ്പോൾ ഭയങ്കര ക്ലാഷ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒപ്പം ഒരു പ്ലെയിൻ ഗ്രീൻ സാരി വേണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കൊരു ജോർജറ്റ് സിൽക്കോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടായിരുന്നു, സോഫ്റ്റ് ആയിട്ടുള്ള. പക്ഷേ അതിലെനിക്ക് പ്ലെയിൻ ഗ്രീൻ സാരി കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കിട്ടിയാലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാരി എടുത്തു. അതിനി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ഇടാമല്ലോ. അപ്പോൾ ആ രീതിക്ക് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അത് ഈ ബ്ലൗസും സാരിയും കൂടി ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഫംഗ്ഷൻ അങ്ങനത്തെ ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് ഒരുങ്ങിയൊക്കെ വരണതാകുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ, നമ്മുടെയും കുറച്ച് കഴിവുകൾ കാണിക്കുക എന്നുള്ള രീതിയിൽ അടിപൊളി ഫീലിംഗ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു, കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്തു. ഷാലറ്റിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. എന്നിട്ട് എഗെയിൻ വേറെ ലെൻസ്, ഇത് വേറെ ഷെയ്ഡാണ് കേട്ടോ, ഇത് ഗ്രേ ഷെയ്ഡാണ്. ഇതും അയ്യോ
ഏതായിരുന്നല്ലോ ലെൻസിൻ കാർട്ടിൻ്റെ അക്വാ ലെൻസാണ്. അപ്പോൾ ഞാൻ ബ്ലഷ് ഇട്ടിട്ട് അതിൻ്റെ മീതെ കുറച്ച് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ലുക്കാണ്, ഉള്ളിൽ നിന്നുള്ളൊരു ബ്ലഷ് ഫീലിംഗ് ഉണ്ട്. പിന്നെ പകുതി മാത്രം ഐലാഷസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയിൽ നെയിൽസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കൊണ്ടുവന്ന ഗ്ലൂ നല്ലതല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ നഖങ്ങളെല്ലാം പറഞ്ഞ് പോരാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഐലൈനർ കുറച്ചും കൂടി ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ കൺപീലി വെച്ചത് അത്ര അറിയാത്ത രീതിയിൽ. പിന്നെ ലൈറ്റായിട്ട് മസ്കാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കളറാട്ടോ ഈ ലെൻസ്, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ അവിടെ ഷോപ്പിൽ പോയിട്ട് മേടിച്ചത്. ഞാൻ ഷെയ്ഡ് ഒന്നും കൂടി നോക്കിയിട്ട് മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ വേറെ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് രാവിലെ ഈ സ്മാഷ് ബോക്സിൻ്റെ ഈ ഷെയ്ഡ് ഇട്ടിട്ട് നല്ല രസമായിട്ട് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് തന്നെ ഇടാം. പക്ഷേ കുറച്ചും കൂടി ഹൈഡ്രേറ്റിംഗ് ആവാൻ വേണ്ടിയിട്ട് ഇത് ടു ഫേസിൻ്റെ ലിപ്പ് ഇഞ്ചക്ഷനാണ്. ഇത് കുറച്ച് ടിങ്ക്ലിങ് സെൻസേഷൻ ഉണ്ടാവും, പക്ഷെ നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. പിന്നെ നമുക്ക് ബൺ കെട്ടാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ബ്ലൗസിന് ബാക്കിലൊക്കെ ഇത്ര വർക്ക് ഉള്ളതല്ലേ. പക്ഷെ ബൺ കെട്ടുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് രണ്ട് ഭാഗവും ഇങ്ങനെ പിന്നിലേക്ക് ഒന്ന് റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിയിട്ട് മെടഞ്ഞിട്ടിട്ട് രണ്ട് മെടഞ്ഞിട്ട ഭാഗവും ഒന്ന് ചുറ്റി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല വോളിയം തോന്നിക്കും. ഭയങ്കര ഒരു സ്ലീക്ക് ബൺ എന്ന് വെച്ചാൽ പിന്നിലേക്ക് ഭയങ്കര ഒട്ടിയ ബൺ പോലെ ആവില്ല, കുറച്ചും കൂടി വോളിയം തോന്നിക്കാനായിട്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താടാ ഇമ്മക്കുട്ടി ഇവിടെ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മെടഞ്ഞിട്ട് നമുക്ക് രണ്ട് ഭാഗത്തും ഒന്നിങ്ങനെ ചുരുട്ടി വെക്കാം കേട്ടോ. ഞാൻ പറയില്ല, എനിക്ക് അത്ര കാണുന്നുണ്ടായിരുന്നില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ എന്തായാലും ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിൻസൊക്കെ കുത്തി. പിന്നെ ഞാൻ ബ്ലൗസ് ഇട്ടു, സാരി ഉടുത്തു. പച്ചപ്പൊട്ടല്ലേ ഇമ്മക്കുട്ടി? ഇന്ന് നമ്മൾ പച്ചയാണ് അല്ലേ ഇമ്മക്കുട്ടി? യെസ്. ഇമ്മക്കുട്ടിയുടെ ഡ്രസ്സ് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൽ ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ ഉണ്ടല്ലോ അത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചുറ്റിനൊന്ന് വെച്ചിട്ട് എഗെയിൻ യൂപ്പിൻ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്തു കേട്ടോ. പിന്നെ വള കുപ്പിയോളയാണ്, റെഡും ഗ്രീനും കൂടിയിട്ടുള്ളതാണ്. ഇമ്മക്കുട്ടിയുടെ മുടി ഞാൻ രാവിലെ ഇങ്ങനെ രണ്ട് ഭാഗം കെട്ടിയിട്ട് പിന്നിലേക്ക് മെടഞ്ഞിടുക ചെയ്തത്. എന്നിട്ട് നമ്മൾ ക്ലിപ്പ് വെച്ചു. ഇതിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹെയർ ബാൻഡാണ് വെക്കണേ. രണ്ട് സൈഡൊന്ന് കെട്ടിയിട്ട് അത് മറിക്കുന്ന രീതിയിൽ ഒന്ന് ഹെയർ ബാൻഡ് വെച്ചു കേട്ടോ. പിന്നെ മാല പാലക്കയുടെ ഒരു ചോക്കറാണ്, അതുപോലെ തന്നെ ജുംക്ക കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ നഖമൊക്കെ പറഞ്ഞു പോയെന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പെർഫ്യൂം അപ്ലൈ ചെയ്തു. കഴിഞ്ഞു. റെഡി അല്ലേ ബേബി? ഞാൻ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ കൊണ്ടുവരാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. അങ്ങനെ സെറ്റായി നിന്നു. അപ്പോൾ വെഡിങ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബീച്ചിൻ്റെ ഒരു ആംബിയൻസിൽ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സാരിയുടെ ബ്ലൗസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്തായാലും ഞാൻ ബ്ലൗസ് തുന്നി അതിൻ്റെ ഒപ്പം ഇടുന്നതായിരിക്കും എനിക്ക്. പക്ഷേ എഗെയിൻ ഇതിൻ്റെ ഒരു കോമ്പിനേഷനും നല്ല രസമായിട്ട് തോന്നി. ആ നൈറ്റ് ടൈമിൽ മൊത്തത്തിൽ രസമായി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കല്യാണത്തിന് എടുത്ത സാരിയാണ് കേട്ടോ. ബ്ലൗസ് കൊളൂസ്ന്നാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ള. നല്ല പെർഫെക്ഷൻ ഉണ്ട്. തത്തമ്മയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ കുട്ടി? അങ്ങനെ അപ്പോൾ പിന്നെ ഫുഡ് എങ്ങനെയുണ്ടായിരുന്നടാ? അമേസിങ്. കുട്ടിയുടെ വയലും മിഠായി. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ കല്യാണം ഒരു വൈകിട്ടൊരു 4:30 ബാരാത്തും അതുപോലെ ഒരു 5:30 ആയപ്പോഴാണ് വെഡിങ് ഫംഗ്ഷൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ സൺസെറ്റിൻ്റെ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ വെഡിങ് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സോ അമേസിങ്. അടിപൊളി. നിങ്ങൾക്ക് കാണുന്നവർക്കാണെങ്കിലും ഭയങ്കര സന്തോഷത്തെ കണ്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ബീച്ച് കാണണേ. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ രസമായിരുന്നു. അപ്പോൾ ഇത് ഓരോരോ സ്ഥലത്ത്, അതായത് ആ റിസോർട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് വെഡ്ഡിങ് ആയിരുന്നു, ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്തായിരുന്നു ഹൽദി ഉണ്ടായിരുന്നു, വേറൊരു സ്ഥലത്തായിരുന്നു സംഗീതം ഉണ്ടായിരുന്നു. റിസോർട്ടിനകത്ത് തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സൂര്യൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് എൻ്റെ അനിയൻ എടുത്തു തന്നാണ് കേട്ടോ ഫോട്ടോസൊക്കെ. ഇമ്മക്കുട്ടിയുടെ ഔട്ട്ഫിറ്റ് എൻ്റെ ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ഓണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് വെട്ടി ചെറുതാക്കി ഇമ്മക്കുട്ടിക്ക് സെറ്റാക്കിയത്. അധികം ഒന്നും വെട്ടി ചെറുതാക്കേണ്ടി വന്നില്ല കേട്ടോ. ബ്ലൗസൊക്കെ കുറച്ച് സൈഡിൽ നിന്ന് വെട്ടേണ്ടി വന്നുള്ളൂ. ഇമ്മക്കുട്ടി കറക്റ്റ് പാകമായി. അപ്പോൾ ഇനി മുതൽ ഞാൻ അതായിരിക്കും ചെയ്യുന്നത്. ഇമ്മക്കുട്ടിക്ക് വേറെ ഡ്രസ്സൊന്നും എടുക്കുന്നതായിരിക്കില്ല. അതെ. അപ്പോൾ ഞാൻ ഒരു പാനിപ്പൂരി കഴിച്ചതിൻ്റെ ഒരു സന്തോഷമാണ് കാണിക്കണത്. എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആ 21 days ചാലഞ്ച് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിൽ നിർത്തി. ഒറ്റൊരു പാനിപ്പൂരിയെ കഴിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ഡാൻസും പാട്ടും ബഹളവും ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൽ നിന്നൊന്ന് ഊരി പോരണം. അതാണ് ടാസ്ക്. എസ്പെഷ്യലി ബ്ലൗസ് ഇടാൻ എളുപ്പം, പക്ഷെ പുറത്തേക്ക് എടുക്കുക എന്ന് പറയുന്നത് ഫുൾ ഹാൻഡ് വർക്ക് ആയതുകൊണ്ടേ അതെങ്ങനെ പതുക്കെ ഇങ്ങനെ വലിച്ചെടുക്കണം. ഇതിപ്പോൾ രാത്രിയായിട്ട് എത്തിയത്. നമ്മൾ രാവിലെ ചെയ്ത മേക്കപ്പ് അല്ലേ, ചെറുതായിട്ടൊന്നും ടച്ചപ്പ് ചെയ്യല്ലേ ചെയ്തുള്ളൂ. ഇത്രയും ഫുഡും കഴിച്ചു, എന്നിട്ടും ഒന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം കണ്ടോ, ലെൻസ് അങ്ങനെ ഊരിയെടുക്കാനൊന്നും കുഴപ്പമില്ല. ഇതാണ് എൻ്റെ സ്വന്തം കണ്ണ്, അപ്പുറത്തുള്ളത് ലെൻസ് കണ്ണ്. ഏതാ കുഞ്ഞിന് ഇഷ്ടമായ?
അതല്ലേ ഏട്ടന് എപ്പോഴും പറയും എൻ്റെ സ്വന്തം കാണാൻ ഇഷ്ടമെന്ന്. പക്ഷെ എനിക്ക് പവറുള്ള ലെൻസാണ് ഞാൻ വെക്കണത്. അപ്പോൾ വെക്കുമ്പോൾ ഞാൻ കളറുള്ളത് വെക്കണമെന്നേ ഉള്ളൂ, പ്ലെയിൻ അല്ല. പിന്നെ വൺ ഡേ വെയർ അല്ലേ, ജസ്റ്റ് വെക്കുക കഴിഞ്ഞാൽ കളയാം, അങ്ങനത്തെ രീതിയിൽ കേട്ടോ. അപ്പോൾ I like your real one because it's original, and also I like the color brown. ഒറിജിനലാണ് ഇമ്മക്കുട്ടിക്ക് ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ യാത്രയിലായതുകൊണ്ട് വൈബ്സ് ആണ് കേട്ടോ കൊണ്ടുവന്നത്, അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, യൂസ് ചെയ്തിട്ട് അങ്ങനെ കളയാം. അങ്ങനെ ക്ഷീണമായി, ഇനി നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ കിടന്നുറങ്ങാമെന്നുള്ളതാണ്. കുട്ടി സ്കിൻ കെയർ ആദ്യം പോയി കുളിക്കട്ടെ, ഞാൻ മേലെ എഴുകണേ ഉള്ളൂ കേട്ടോ. നാളെ ഒരു പരിപാടിയും കൂടി ഉണ്ട്, അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് തല കുളിക്കണം. ഇമ്മക്കുട്ടിയുടെ തലയെ കുളിപ്പിച്ചു. പിന്നെ നമ്മൾ സ്കിൻ കെയറിൽ ഐ ക്രീം, ലിപ് ബാം, മോയ്സ്ചറൈസിങ് ക്രീം, Yes, എന്നിട്ട് full moisturizing cream. അതെ, എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. Yeah. ബൈ ബൈ, Bye. ലവ് യു ഓൾസോ സോ മച്ച്. വ്ളോഗ്സ് വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരും വ്ളോഗ് കാണണേ. പിന്നെ നമ്മുടെ 21 days of challenge കാണണം കേട്ടോ. ബൈ. Bye.